ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. ഒരു സ്പെഷ്യൽ ബ്രേക്കിംഗ് ന്യൂസ് അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് യൂട്യൂബിൽ ഇപ്പോൾ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയിൽ കുറച്ച് കാര്യങ്ങൾ കേട്ട് കാണും, ഫുൾ പിക്ചർ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഫുൾ പിക്ചർ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഈ രീതിയിൽ ഇപ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ആ ഒരു പീസ് ഡീൽ, സമാധാന കരാർ, അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഇപ്പോൾ അവർ സൈൻ ചെയ്ത് ഒപ്പുവെച്ചു. ഖത്താറിൻ്റെയും ഈജിപ്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ടർക്കിയുടെയും എല്ലാം മീഡിയേറ്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിലാണ് ആ ഫസ്റ്റ് ഫേസ് അവർ ഒപ്പുവെച്ചത്. അതുപ്രകാരം സകല ബന്ദികളും, ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ട് പോയ സകല ബന്ദികളും 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം. അപ്പോൾ ഖത്താറിൻ്റെയും ഈജിപ്തിൻ്റെയും ടർക്കിയുടെയും മീഡിയേറ്റേഴ്സ് അല്ലെങ്കിൽ മധ്യസ്ഥതയിൽ അവരെ മീഡിയേറ്റ് ചെയ്യുന്ന അവർ ഹമാസിനോട് പറഞ്ഞത്, ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പറ്റുന്ന ബെസ്റ്റ് ഡീൽ, അതുകൊണ്ട് നിങ്ങളിത് ഒപ്പുവെച്ചേ പറ്റുള്ളൂ. ഓർക്കണം, ഇവരെല്ലാവരും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുകയും ഇങ്ങനെ ഒരു ഡീല് വരാതിരിക്കത്തക്കവണ്ണം ഹമാസിനെ ഇങ്ങനെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് നിന്നവരാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ അല്പനേരം കഴിഞ്ഞ് ഞാൻ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇപ്രകാരമുള്ള ഒരു നിലപാട് ഈ സമയം അവർ ഈ പീസ് ഡീൽ, സമാധാന കരാറൊക്കെ ഒപ്പുവെപ്പിക്കുവാൻ ഹമാസിനോട് പറഞ്ഞത്? ഇത്രയും നാളും ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നവരാണെന്നും കൂടെ ഓർക്കണം. കാരണം അവർക്ക് ട്രംപിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുവാൻ ഇനി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കൃത്യം ഒരു മാസം മുന്നേ ഖത്തറിനകത്ത് ഇസ്രായേൽ ഒരു എയർ സ്ട്രൈക്ക്, വ്യോമാക്രമണം നടത്തിയെന്ന്. ഖത്തർ താമസിപ്പിക്കുന്ന ഹമാസിൻ്റെ നേതൃത്വത്തിലെ ചിലരെ ടാർഗറ്റ് ചെയ്തായിരുന്നു ആ ഇസ്രായേലി വ്യോമാക്രമണം. അപ്പം പോപ്പുലർ മീഡിയയൊക്കെയും അവതരിപ്പിച്ചത് ട്രംപ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ്, അതൊന്നും അറിഞ്ഞില്ല എന്നും ട്രംപ് ഇസ്രായേലിനെ വഴക്ക് പറഞ്ഞെന്നും ട്രംപ് ആംഗ്രി, അതായത് ട്രംപിന് ദേഷ്യം വന്നു എന്നൊക്കെയായിരുന്നു പോപ്പുലർ മീഡിയ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അമേരിക്കയുടെ ഏറ്റവും വലിയ, മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും വലിയ ബേസ് ഖത്തറിലാണ്, അൽ ഹുദൈദ എയർബേസ്. അപ്പോൾ ആ എയർബേസ് ഖത്തറിനകത്ത് നിൽക്കുമ്പോൾ ഇസ്രയേൽ അമേരിക്കയെ അറിയിക്കാതെ ഖത്തറിനകത്ത് ഒരു എയർ സ്ട്രൈക്ക് നടത്തും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള, ഒരു വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു മൂവായിരുന്നു. ഈ ഖത്തറിനകത്തുള്ള, പ്രത്യേകിച്ച് ഖത്തറിൻ്റെ നേതൃത്വത്തിനെ കൂടുതൽ പ്രഷർ ചെലുത്തുവാൻ വേണ്ടി നെതന്യാഹുവും ട്രംപും കൂടെ പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷനായിരുന്നു. ഓർക്കണം, നാളുകൾക്ക് മുമ്പ് ഇസ്രയേൽ വളരെ കൃത്യതയോടുകൂടി, വളരെ പിൻ പോയിൻറ്റ് പ്രസിഷനോടുകൂടി ലെബനോനിലായാലും ഇറാനകത്താണേലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്ന ഓരോ സംഘടനകളുടെ തലവന്മാരെ കൃത്യം ആക്യുറസിയോടുകൂടി ഇസ്രയേൽ ഇല്ലാതാക്കിയവരാണ്. അവർക്ക് ഖത്തറിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മാസം മുന്നേ ആ ഒരു ന്യൂസ് വന്നതിൻ്റെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് അറിഞ്ഞായിരുന്നു. പക്ഷേ അതിൻ്റെ ഫുൾ പിക്ചർ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് വെറുതെ ഒരു സെൻസേഷണലിസത്തിന് വേണ്ടി ഇടണ്ട എന്ന് വിചാരിച്ചാണ് അന്ന് ഞാനത് പോസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം സെൻസേഷണലിസം അല്ല നമ്മുടെ ലക്ഷ്യം. ഈ മിനിസ്ട്രി ഫംഗ്ഷൻ ചെയ്യുന്നതിനെ ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ, യേശുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് അന്ത്യകാലത്തിലെ കാര്യങ്ങൾ ആ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് കൃത്യതയോടുകൂടി മനസ്സിലാക്കിപ്പിക്കുവാൻ സഹായിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ആ ഒരു ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം, ഖത്തറിനകത്ത് നടത്തിയ ആ ഒരു വ്യോമാക്രമണത്തിലൂടെ ഒരു ഷേക്കിംഗ് ഓപ്പറേഷനായിരുന്നു, പിടിച്ചൊന്ന് കുലുക്കുകയായിരുന്നു. അതായത് ഹമാസിൻ്റെ നേതൃത്വത്തിനോടും ഖത്തറിനോടും പിന്നെ ആരെല്ലാമാണോ ഹമാസിനെ പിന്താങ്ങുന്ന അവർക്കെല്ലാവർക്കും കൊടുത്തൊരു സന്ദേശമാണ്. ഹമാസ് എവിടെ പോയി ഒളിച്ചാലും, അല്ലെ ഇസ്രായേലിനെതിരെ എവിടെ പ്രവർത്തിച്ചാലും അവരൊരു രീതിയിലും സേഫ് അല്ല. അതുപോലെ ഖത്തറിനും കൊടുത്ത ഒരു പ്രഷറാണ്. ഖത്തറിൻ്റെ നേതൃത്വം, ഖത്തറിൻ്റെ എമിറൊക്കെ ഹമാസിൻ്റെ നേതൃത്വത്തിൻ്റെ മേൽ പ്രഷർ ചെലുത്തണം. എന്തിനു വേണ്ടി? ഇപ്രകാരമുള്ള ഒരു ഡീല്, ഒരു കരാർ സൈൻ ചെയ്യാൻ സമയമായി വരുമ്പോഴേക്കും ആ ഡീൽ സൈൻ ചെയ്യണം എന്നുള്ള പ്രഷർ ഹമാസിനോട് ഖത്തർ പറയണം. ആ രീതിയിലുള്ള ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള
ഒരു വെൽ എക്സിക്യൂട്ടഡ് ഓപ്പറേഷനായിരുന്നു കഴിഞ്ഞ മാസത്തെ ആ ഒരു ഖത്തറിനകത്ത് നടത്തിയ IDF എയർ സ്ട്രൈക്ക്. അപ്പോൾ കൃത്യം 2 വർഷത്തിന് ശേഷം ഒക്ടോബർ 7-ാം തീയതിയുടെ 2023 2 വർഷത്തിന് ശേഷം ഈ ബന്ദികൾ തിരിച്ചു വരികയാണ്. ഒക്ടോബർ 7-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം മുന്നേ ആയിരുന്നു എന്ന് നമുക്ക് തോന്നാം. പക്ഷേ എബ്രായ കലണ്ടർ പ്രകാരം ആ സുക്കോത്തിൻ്റെ ആ പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു ഹമാസിൻ്റെ ആ ആക്രമണം അന്ന് നടത്തിയത്. ഇന്ന്, അതായത് 2 വർഷത്തിന് ശേഷം സുക്കോത്തിൻ്റെയും പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസമാകുമ്പോഴേക്കും എല്ലാ ബന്ദികളും തിരിച്ച് ഇസ്രയേലിന് മടങ്ങി വരും. അതൊരു വണ്ടർഫുൾ കോയിൻസിഡൻസ് ആണോ, ദൈവപ്രവൃത്തിയാണോ? അത് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം. എന്തായാലും ജീവനോടെയുള്ള ബന്ദികളായിരിക്കും ഇപ്പോൾ തിരിച്ചു വരുന്നത്. കാരണം മരിച്ചുപോയവരുടെ ശരീരങ്ങൾ എവിടെല്ലാമാണ് ഹമാസ് സൂക്ഷിക്കുന്നത്. കാരണം അവർ അതിൻ്റെ മേൽ അധികം ബോധേടല്ലായിരുന്നു. ജീവനോടെ ശേഷിക്കുന്നവരെയായിരുന്നു അവർ വിലപേശുവാൻ വേണ്ടി അവർ വെച്ചിരുന്നത്. അപ്പോൾ ഇത് പ്രകാരം 250 ഹമാസ് അല്ലെങ്കിൽ പലസ്തീനി ഭീകരരെയും അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ജയിലിൽ കഴിയുന്നവരെയും ഇസ്രയേൽ വിട്ടയക്കും. അത് ഇസ്രയേൽ അങ്ങ് ചെയ്യുകയാണ്. കാരണം ഈ കരാർ പ്രകാരം ഇസ്രയേൽ അങ്ങ് ചെയ്യുക. ഇനിയും ഈ കരാറിൻ്റെ 2ാമത്തെ ഫേസാണ് ഹമാസിൻ്റെ മുഴുവനുമായിട്ടുള്ള ഡിസാർമമെൻറ്റ്, അതായത് ആയുധം താത്ത് വെക്കുന്നത്. പിന്നെ 3ാമത്തെ ഫേസാണ് ഇസ്രയേൽ കംപ്ലീറ്റ് ആയിട്ടും ഗാസയിൽ നിന്ന് പിന്മാറുന്നത്. അതെല്ലാം നാളുകളെടുക്കും. ചിലപ്പോൾ മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും ഒക്കെ എടുത്തെന്ന് വരാം. എന്തായാലും ഇസ്രയേൽ ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ഞാനിതിനു മുമ്പ് മാപ്സിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് കണ്ടവർക്കറിയാം. സദേൺ മോസ്റ്റ് ടിപ്പിലുള്ള ഫിലഡൽഫി കോറിഡോർ, ഗാസയുടെ ഏറ്റവും സദേൺ ടിപ്പിലുള്ള ഫിലഡൽഫി കോറിഡോറിൽ ഇസ്രയേലിൻ്റെ ഫോഴ്സസ് അവിടെ കാണും എന്ന് തന്നെയാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. യാതൊരു വിധത്തിലും വെപ്പൺസ്, അതായത് ആയുധങ്ങൾ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് സ്മഗിൾ ചെയ്യുവാൻ, കടത്തുവാൻ ഇസ്രയേൽ ഇനി അനുവദിക്കില്ല. അപ്പോൾ ഒരിക്കൽ ഈ ബന്ദികൾ തിരിച്ച് മടങ്ങി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിന് വളരെ ഫ്രീ ആയിട്ട് പിന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഗാസ സ്ട്രിപ്പിൻ്റെ 20% വരുന്ന ഭാഗം മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് താമസിക്കാനായിട്ടുള്ള രീതിയിൽ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളും ആ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ, ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സകല ഇൻഫ്രാസ്ട്രക്ചറും IDF നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി മുതൽ, അതായത് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫേസ് ഇപ്പോൾ നടപ്പിലാക്കുന്ന സമയം മുതൽ IDFന്, അതായത് ഇസ്രയേലിന് ഇനിയും കൂടുതലായിട്ടും ഹൂതീസിൻ്റെ മേൽ അവർക്ക് ഫോക്കസ് ചെയ്യാം. ഹൂതീസ് നിങ്ങൾക്കറിയാം, നാളുകളായിട്ടുള്ള രീതിയിൽ ആ ഗൾഫ് മേഖലയിൽ ഷിപ്പിങ്ങിനും എല്ലാം വലിയ തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്കെല്ലാം അവർ ഓരോ മിസൈലുകളെല്ലാം ഇസ്രയേലിനെതിരെ അവർ എവിടെ നിന്ന് വിടും. കാരണം ഹൂതികൾ ഇറാൻ്റെ പകരക്കാരും. അപ്പോൾ ഇനി ഇസ്രയേൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഹൂതികളുടെ മേലായിരിക്കണം. കാരണം ഹൂതികൾ ഇല്ലാതാകണമെന്നുള്ളത് സൗദി അറേബ്യയ്ക്ക്, ഈജിപ്തിന്, ആ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇറാന് മാത്രമേ ഹൂതികളെ കൊണ്ട് ആവശ്യമുള്ളൂ. ബാക്കി എല്ലാവർക്കും ഹൂതികളൊരു ശല്യമാണ്. അപ്പോൾ ഹൂതികൾ ഇല്ലാതാകണമെന്നുള്ളത് മറ്റ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇറാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗെയിംസൊക്കെ കളിക്കണമെന്ന് വിചാരിച്ചേക്കാം. അതുകൊണ്ടായിരിക്കാം ട്രംപ് ഓൾറെഡി കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകളെ പേർഷ്യൻ ഗൾഫിലോട്ടുള്ള രീതിയിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുക, ഒരു വാർണിംഗ് ആയിട്ടുള്ള രീതിയിൽ. ഇസ്രയേലും അറ്റ് ദ സെയിം ടൈം ഹൈ അലേർട്ട് ലെവലിൽ തന്നെ നിൽക്കുക. എന്തെങ്കിലും ഒരു കാര്യം ഇറാനിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ഡിഫെൻസീവ് ഓപ്പറേഷൻ ചെയ്യുവാൻ ഇസ്രയേലും ഹൈ അലേർട്ടിൽ നിൽക്കുക. ഗാസക്കാരെ അവിടെ നിർബന്ധിച്ച് താമസിക്കണമെന്ന് ആരും പറയുന്നില്ല. ഈ കരാറിൻ്റെയൊക്കെയും ആദ്യം തന്നെ ട്രംപും ഇസ്രയേലും എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഗാസക്കാർക്ക് അവിടുന്ന് പോകുവാൻ ഉള്ള അനുവാദമുണ്ട്, അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുവാനായിട്ടുള്ള അനുവാദമുണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞിടയ്ക്കും വെസ്റ്റേൺ രാജ്യങ്ങളായിട്ടുള്ള UK-യും ഫ്രാൻസും പിന്നെ സ്പെയിനും പല രാജ്യങ്ങളും ഇപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പ്രഖ്യാപനമൊക്കെ നടത്തി. അങ്ങനെ പോലത്തെ പല രാജ്യങ്ങൾ, അതിപ്പോൾ ലോകത്തിൽ ഏതെല്ലാം രാജ്യങ്ങളാണോ ഇസ്രയേലിൻ്റെ കാര്യം അവഗണിച്ച്, അതായത് ഇസ്രയേലിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാതെ ബ്ലൈൻഡ്ലി അവർ ഹമാസിനെയും പിന്തുണച്ച് പലസ്തീനെയും പിന്തുണയ്ക്കുന്നവർക്ക്, അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊരു അവസരമാണ് ഇപ്പം ഇവിടുന്ന് പോകുന്ന പലസ്തീനികളെ അവരുടെ രാജ്യങ്ങളിൽ താമസിപ്പിക്കാമല്ലോ. അതിനാരും തയ്യാറാവത്തില്ല. എന്തായാലും ഇസ്രയേൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയിൽ ഇസ്രയേലിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അയൽപക്ക ഏരിയാസിലുള്ള
ഭീഷണികളെ ഇല്ലാതാക്കി വരികയാണ്. നമുക്കറിയാം അവർ ലെബനോൻ, സിറിയ, പിന്നെ ഇപ്പോൾ ഗാസ സ്ട്രിപ്പ്, പിന്നെ യഹൂദിയ ശമരിയ എന്നുള്ള യഥാർത്ഥ സ്ഥലമായിട്ടുള്ള സ്ഥലം, അതിനെ ലോകം വിളിക്കുന്ന വെസ്റ്റ് ബാങ്ക്, അവിടെയെല്ലാം ഉള്ള ഭീഷണികളെ ഇസ്രയേൽ ഇല്ലാതാക്കി വരികയാണ്. അപ്പോൾ ദിസ് ഈസ് എ പ്രീകഴ്സർ ടു ദ എസെക്കിയൽ 38 ഇവൻറ്റ്. യെഹെസ്കേൽ 38 അധ്യായത്തിൽ കാണുന്ന ആ സംഭവത്തിന് മുന്നോടിയായിട്ട് വരുന്ന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ വേഗം നീങ്ങുകയാണ്. യെഹെസ്കേൽ 38, നമ്മുടെ യെഹെസ്കേൽ ബൈബിൾ സ്റ്റഡി സീരീസ് വാച്ച് ചെയ്യുന്നവർക്കറിയാം. യെഹെസ്കേൽ, ഞാൻ അതിനെപ്പറ്റിയും വേറൊരു സന്ദേശത്തിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, യെഹെസ്കേൽ 38 അധിനിവേശം എന്നാണെന്നുള്ളത്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ യെഹെസ്കേൽ 38 നാം കാണുന്നത് ഇറാൻ, ടർക്കി, റഷ്യ ഇവരെല്ലാവരും കൂടെ ഒരു സംഘടിത ശക്തിയായി, ഒരു കൺഫെഡറേഷനായിട്ട് അവർ ഇസ്രയേലിനെതിരെ കടന്നു വരും അന്ത്യകാലത്ത്. അതിനു മുമ്പ് അവിടുത്തെ ഒരു സാഹചര്യമാണ് ഇസ്രയേൽ ശാന്തമായി സ്വസ്ഥമായി ഇസ്രയേലിൻ്റെ ആ ബൗണ്ടറീസിൽ സമാധാനമായി താമസിക്കുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയത്തിലാണ് നാം ജീവിക്കുന്നത്. റാപ്ചർ, അതായത് യേശുവിൻ്റെ ഉൽപ്രാവണത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ, യേശുവിൻ്റെ സത്യസഭയെ ചേർക്കുവാനായിട്ടുള്ള പ്രത്യക്ഷപ്പെടൽ ഏറ്റവും അടുത്തിരിക്കുന്നു. ആ ഒരു പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതോടൊപ്പം യേശുവിൻ്റെ സുവിശേഷം, യേശുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ എന്ന ആ സത്വർത്തമാനം ബാക്കിയുള്ളവരിലേക്കും നമുക്ക് സ്നേഹത്തോടെ നമുക്ക് പങ്കുവയ്ക്കാം. ഇനി അധികം നാളില്ല പ്രിയമുള്ളവരെ. ഈ വീഡിയോ ആയാലും നിങ്ങൾ പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം സത്യം മറ്റുള്ളവർ അറിയരുത് എന്നാണ് അനേകരുടെയും ആഗ്രഹവും അനേകരുടെയും പ്രവർത്തനം. അതുകൊണ്ട് സത്യം ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ നിങ്ങൾ അനേകർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടുതൽ പേർ സത്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.